And our goal is not in her. Hi everyone, welcome to Stardust Academy. ഞാൻ റോഷ്ന. നമുക്കിന്ന് ഇൻകം ഫ്രം സാലറിയിൽ പെർക്വിസിറ്റ്സിൻ്റെ ബാക്കിയാണ് എടുക്കാനുള്ളത്. ഇപ്പോൾ പെർക്വിസിറ്റ്സിൽ പെർക്സ് ടാക്സബിൾ ഫോർ സ്പെസിഫൈഡ് എംപ്ലോയീസ് ആ ടോപ്പിക്ക് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ സ്പെസിഫൈഡ് എംപ്ലോയീസ് എന്താണെന്ന് പഠിക്കാം. അതുപോലെ സ്പെസിഫൈഡ് എംപ്ലോയീസിന് ടാക്സബിൾ ആയിരിക്കുന്ന പെർക്വിസിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ മെയിനായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മോട്ടോ കാറാണ്. അപ്പോൾ മോട്ടോ കാറിൻ്റെ പ്രോബ്ലം കൂടി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം സ്പെസിഫൈഡ് എംപ്ലോയി എന്താണ്. എ സ്പെസിഫൈഡ് എംപ്ലോയി മീൻസ് ഡയറക്ടർ ഓഫ് ദ കമ്പനി. ഒന്നിക്കൽ അയാൾ ഡയറക്ടർ ഓഫ് ദ കമ്പനിയാണ്, അല്ലെങ്കിൽ ഓർ ഹോൾഡ്സ് 20% ഓർ മോർ ഇക്വിറ്റി ഷെയർസ് ഓഫ് ദ കമ്പനി. കമ്പനിയിലെ 20% അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഇക്വിറ്റി ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ഒരാളാണ്. ഓർ ഹൂസ് സാലറി ഇൻകം ഇസ് മോർ ദാൻ 50,000. അതുപോലെ സാലറി 50,000 കൂടുതൽ, ഇതിലേതെങ്കിലും ഒന്ന് വരുവാണെങ്കിൽ അയാളെ നമുക്ക് സ്പെസിഫൈഡ് എംപ്ലോയി എന്ന് പറയാം. അപ്പോൾ ഈ കേസിൽ നമ്മൾ സാലറി ഇൻകം മോർ ദാൻ 50,000 എന്ന് പറഞ്ഞില്ലേ, അതിൽ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലറി ഫോർ ദിസ് പർപ്പസ് ഈക്വൽ ടു ബേസിക് സാലറി പ്ലസ് DA പ്ലസ് കമ്മീഷൻ പ്ലസ് ബോണസ് പ്ലസ് ഫീസ് പ്ലസ് എനി അതർ ടാക്സബിൾ അലവൻസ് പ്ലസ് എനി അതർ മോണിറ്ററി ബെനിഫിറ്റ്സ്. ഇതെല്ലാം വേണം മൈനസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 16. അത് ഞാൻ പറഞ്ഞുതരാം ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 16 എന്താണെന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സാലറിയിൽ വരുന്നത്. അപ്പോൾ ഇതെല്ലാം വെച്ച് സാലറി കാൽക്കുലേറ്റ് ചെയ്യുക. അത് 50,000 കൂടുതലുണ്ടെങ്കിലും അയാളെ നമുക്ക് സ്പെസിഫൈഡ് എംപ്ലോയി എന്ന് പറയാം. ഇപ്പോൾ സ്പെസിഫൈഡ് എംപ്ലോയീസിൻ്റെ കേസിൽ ടാക്സബിൾ ആയിട്ടുള്ള പെർക്വിസിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഫ്രീ ഗ്യാസ്, ലൈറ്റ് ആൻഡ് വാട്ടർ. ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്. ഫ്രീ സെർവൻസിന് പ്രൊവൈഡ് ചെയ്യാണ് എന്ന് വെച്ചാൽ സെർവൻസിന് അതിൻ്റെ സാലറി എംപ്ലോയർ ആണ് പേ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് പെർക്വിസിറ്റ്സ് ആയിട്ട് എടുക്കാം. ഫ്രീ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാണ്. ഫ്രീ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 1,000 പെർ മന്ത് പെർ ചൈൽഡ് ആണ് നമുക്ക് എക്സംഷൻ ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പെർക്വിസിറ്റ്സ് ടാക്സബിൾ ഫോർ സ്പെസിഫൈഡ് എംപ്ലോയീസ് വരുന്നത്. ഇതുകൂടാതെ നമുക്ക് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ മോട്ടോ കാറിൻ്റെ കേസും വരുന്നുണ്ട്. അതുകൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ മോട്ടോ കാറിൻ്റെ കാൽക്കുലേഷൻ ആണ് നെക്സ്റ്റ് നോക്കേണ്ട. വാല്യുവേഷൻ ഓഫ് മോട്ടോ കാർ പ്രൊവൈഡഡ്. അപ്പോൾ എംപ്ലോയിക്ക് ഒരു കാറ് പ്രൊവൈഡ് ചെയ്യാണ്. അതിൻ്റെ സിറ്റുവേഷൻസ് ആണ്. ഒന്നാമത്തത് വെൻ എ കാർ ഈസ് ഓൺഡ് ഓർ ഹയേർഡ് ബൈ ദ എംപ്ലോയർ. കാറ് എംപ്ലോയർ ഓൺ ചെയ്തതോ അല്ലെങ്കിൽ എംപ്ലോയർ ഹയർ ചെയ്തതോ ആയ കാറാണ് എംപ്ലോയിക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർ ഈസ് യൂസ്ഡ് എക്സ്ക്ലൂസീവ്ലി ഫോർ ഒഫീഷ്യൽ പർപ്പസ്. ഒഫീഷ്യൽ പർപ്പസിൽ മാത്രമാണ് കാർ യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാറിൻ്റെ വാല്യൂ നില്ലായിട്ട് എടുക്കേണ്ടി വരും. ഇനി കേസ് 2 എന്ന് പറഞ്ഞാൽ കാർ ഈസ് യൂസ്ഡ് എക്സ്ക്ലൂസീവ്ലി ഫോർ പ്രൈവറ്റ് പർപ്പസ് ഓഫ് ദ എംപ്ലോയി. പ്രൈവറ്റ് പർപ്പസിന് വേണ്ടി മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് കാർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് നമ്മൾ എടുക്കുന്നത് ആക്ച്വൽ എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺ റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് കാർ. കാറിൻ്റെ റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ് എന്താ വരുന്നത് അതെടുക്കണം. പ്ലസ് റെമുനറേഷൻ പേ ടു ഷോഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈവറിന് കൊടുത്തിരിക്കുന്ന എന്തെങ്കിലും പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. പ്ലസ് ഡിപ്രീസിയേഷൻ ഓഫ് 10% ഓഫ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് കാർ. പ്ലസ് ഒരു നമ്മളെ കാറിൻ്റെ കോസ്റ്റിൻ്റെ 10% എടുക്കുക, അത് ഡിപ്രീസിയേഷൻ ആണ്, അതും കൂടി ആഡ് ചെയ്യാം. മൈനസ് എനി എമൗണ്ട് ചാർജ് ബൈ എംപ്ലോയർ ഫ്രം ദ എംപ്ലോയി. എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും എമൗണ്ട് ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ മൈനസ് ചെയ്യാം. എന്ന് വെച്ചാൽ സിംപ്ലി പറയുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ കോസ്റ്റും ഡിപ്രീസിയേഷൻ ആഡ് ചെയ്യുക. അതിൽ നിന്ന് എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ചാർജ് ചെയ്ത എമൗണ്ട് ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യാം. സിറ്റുവേഷൻ എന്ന് പറയുന്നത് വെൻ ദ കാർ ഈസ് യൂസ്ഡ് ബോത്ത് ഫോർ ഒഫീഷ്യൽ ആൻഡ് പ്രൈവറ്റ് പർപ്പസ്. രണ്ട് സിറ്റുവേഷനിൽ യൂസ് ചെയ്യാണ്. ഒഫീഷ്യൽ പർപ്പസിന് യൂസ് ചെയ്യുന്നുണ്ട്, പ്രൈവറ്റ് പർപ്പസിന് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ രണ്ട് കേസസ് വരും. ഇഫ് എൻറ്റയർ എക്സ്പെൻഡിച്ചർ ഓഫ് റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ദ കാർ ഇസ് ബോൺ ബൈ എംപ്ലോയർ. എംപ്ലോയർ ആണ് അതിൻ്റെ എക്സ്പെൻസസ് ഒക്കെ മീറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൽ തന്നെ സ്മോൾ കാർ വരുന്നുണ്ട്, ലാർജ് കാർ വരുന്നത്. സ്മോൾ കാർ എന്ന് ഉദ്ദേശിക്കുന്നത് എൻജിൻ കപ്പാസിറ്റി നോട്ട് എക്സീഡിങ് 1.6 ലിറ്റേഴ്സ് ആണ്. ലാർജ് കാർ എന്ന് പറയുന്നത് എൻജിൻ കപ്പാസിറ്റി എക്സീഡിങ് 1.6 ലിറ്റേഴ്സ് ആണ്. ഇപ്പോൾ സ്മോൾ കാറിൻ്റെ കേസിലാണെങ്കിൽ 1,800 പെർ മന്ത് ആണ്. ലാർജ് കാറിൻ്റെ കേസിലാണെങ്കിൽ 2,400 പെർ മന്ത് ആണ്. അപ്പം ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഒഫീഷ്യൽ ആൻഡ് പ്രൈവറ്റ് പർപ്പസിന് യൂസ് ചെയ്യാണ്. എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത് എംപ്ലോയർ ആണെങ്കിൽ നമ്മൾ കാറിൻ്റെ കപ്പാസിറ്റി നോക്കിയിട്ടാണ്. ഇപ്പം ലാർജ് കാറാണെങ്കിൽ 2,400 പെർ മന്ത്, സ്മോൾ കാറാണെങ്കിൽ 1,800 പെർ മന്ത്. ഇനി അതിന് ഡ്രൈവറിനെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു 900 പെർ മന്ത് ആഡ് ചെയ്യണം.
ഇനി ഇതിൽ നമ്മളുടെ മെയിൻ്റനൻസ് ആൻഡ് റണ്ണിങ് എക്സ്പെൻസ് അതിൽ പ്രൈവറ്റ് പേർപ്പസിനുള്ളത് എംപ്ലോയി മീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ സ്മോൾ കാറിന് 600 പെർ മന്ത്, ലാർജ് കാറിന് 900 പെർ മന്ത് അങ്ങനെയാണ് വരുന്നത്. അതിൽ ഡ്രൈവർ ഉണ്ടെങ്കിൽ ഡ്രൈവറിന് വേണ്ടിയിട്ട് 900 പെർ മന്തും കൂടെ ആഡ് ചെയ്യണം. അപ്പം ഇങ്ങനെ ആലോചിച്ചാൽ മതി. എല്ലാ എക്സ്പെൻസും എംപ്ലോയർ മീറ്റ് ചെയ്യുകയാണെങ്കിൽ എംപ്ലോയിക്ക് ബെനിഫിറ്റ് കൂടുതലാണ് കിട്ടുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ കൂടുതൽ ടാക്സബിൾ ആവും. അപ്പം ഹ്യൂജ് എമൗണ്ട് 2400 ആൻഡ് 1800 വരും. ഇനി എക്സ്പെൻസ് കുറച്ച് എംപ്ലോയിയും കൂടി മീറ്റ് ചെയ്യുകയാണെങ്കിൽ 900 ആൻഡ് 600 പെർ മന്ത് എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കണം. രണ്ട് കേസിലും ഡ്രൈവർ വരുന്നുണ്ടെങ്കിൽ ഡ്രൈവറിന് 900 പെർ മന്ത് ആഡ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് എംപ്ലോയി യൂസസ് മോർ ദാൻ 1 കാർ, ഒന്നിൽ കൂടുതൽ കാർ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഫസ്റ്റത്തെ കാറിൻ്റെ കേസിൽ അത് സ്മോൾ കാർ ആണെങ്കിൽ 1800 പെർ മന്ത്, ലാർജ് കാർ ആണെങ്കിൽ 2400 പെർ മന്ത്, ഡ്രൈവർ ഉണ്ടെങ്കിൽ ഡ്രൈവറിന് 900 പെർ മന്ത് കൂടി ആഡ് ചെയ്യാം. ഇപ്പം നമ്മൾ എംപ്ലോയർ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ ഇല്ലേ, അതേപോലത്തെ സെയിം സിറ്റുവേഷൻ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് എംപ്ലോയി മോർ ദാൻ 1 കാർ യൂസ് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് കേസ് ചെയ്യാം. ഇനി സെക്കൻഡ് കാറിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ കേസ് 2 പറഞ്ഞിട്ടില്ലേ, കാർ ഈസ് യൂസ്ഡ് എക്സ്ക്ലൂസീവ്ലി ഫോർ പ്രൈവറ്റ് പേർപ്പസ് എന്ന് വെച്ചാൽ എക്സ്പെൻസ് എല്ലാം ആഡ് ചെയ്യാം, ഡെപ്രിസിയേഷൻ ആഡ് ചെയ്യാം, എംപ്ലോയി എന്തെങ്കിലും പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യാം. ആ കേസിൽ ചെയ്യാം. ഇപ്പോൾ 2 കാർ ഉണ്ടെങ്കിൽ രണ്ടും ഡിഫറെൻ്റ് ആയിട്ട് വേണം ചെയ്യാനായിട്ട്. ഒന്നാമത്തെ കാറ് നമ്മൾ സ്മോൾ കാർ ലാർജ് കാർ നോക്കിയിട്ട് ചെയ്യാം. രണ്ടാമത്തെ കാറ് പ്രൈവറ്റ് പേർപ്പസിന് യൂസ് ചെയ്യുന്നുള്ള അസംഷനിൽ നമ്മൾ ചെയ്യാം. നെക്സ്റ്റ് കാർ ഈസ് ഓൺഡ് ബൈ എംപ്ലോയി. നമ്മൾ ഇത്ര നേരം പറഞ്ഞത് കാർ ഈസ് ഓൺഡ് ബൈ എംപ്ലോയറിന്റെ സിറ്റുവേഷൻ ആണ്. ഇവിടെ കാർ ഈസ് ഓൺഡ് ബൈ എംപ്ലോയി ആണെങ്കിൽ എങ്ങനെയാണ്? When the maintenance and running expense including chauffeur are met or reimbursed by the employer. അപ്പം അതിൽ എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നത് എംപ്ലോയർ ആണ്. അങ്ങനത്തെ സിറ്റുവേഷൻസിൽ വരുന്നതാണ്. ഒന്നാമത്തത് യൂസ്ഡ് എക്സ്ക്ലൂസീവ്ലി ഫോർ ഒഫീഷ്യൽ പർപ്പസ്. ഒഫീഷ്യൽ പർപ്പസിന് മാത്രമാണെങ്കിൽ വാല്യൂ ഓഫ് കാർ നില്ലാണ്. ഇനി കാർ ഈസ് യൂസ്ഡ് എക്സ്ക്ലൂസീവ്ലി ഫോർ പ്രൈവറ്റ് പർപ്പസ് ആണെങ്കിൽ വാല്യൂ ഓഫ് കാർ ഈസ് ദ എമൗണ്ട് റീഇംബേഴ്സ്ഡ്. എത്ര എമൗണ്ട് ആണോ റീഇംബേഴ്സ് ചെയ്തത് അതാണ് എടുക്കുക. ഇനി നമ്മൾ ഒഫീഷ്യൽ ആൻഡ് പ്രൈവറ്റ് പർപ്പസിന് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്കറിയാം, സ്മോൾ കാർ അതേപോലെ ബിഗ് കാർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഉണ്ടല്ലോ, രണ്ട് സിറ്റുവേഷൻസ് ഉണ്ട്. ഇപ്പോൾ സ്മോൾ കാർ ആണെങ്കിൽ എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ എംപ്ലോയർ ലെസ് 1800 പെർ മന്ത് ആണ് അതിൽ. പ്ലസ് നമ്മൾ എന്ത് ചെയ്യാം, ഷോഫർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടി നമ്മൾ 900 പെർ മന്ത് ആഡ് ചെയ്യണം. ബിഗ് കാർ ആണെങ്കിൽ 2400 പെർ മന്ത് ആണ് നമ്മൾ എടുക്കേണ്ടത്. എമൗണ്ട് expenditure incurred by employer less 2400 per month plus 900 per month for driver. അപ്പോൾ ഇതാണ് നമ്മൾ ഓൺഡ് ബൈ എംപ്ലോയി ആകുന്ന സിറ്റുവേഷൻ വരുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് കാർ പ്രൊവൈഡഡ് ഗിവൺ ദ എംപ്ലോയി ആൻഡ് ഓൺഡ് ബൈ ദ എംപ്ലോയർ. വാല്യൂ ഓഫ് കാർ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. പ്രൊവൈഡഡ് ഗിവൺ ദ എംപ്ലോയി, എംപ്ലോയിക്ക് കൊടുത്തിരിക്കുകയാണ്, ഓൺഡ് ബൈ എംപ്ലോയർ ആണ്. അതിൽ ഒന്നാമത്തെ സിറ്റുവേഷൻ ലാർജ് കാർ ആണ്. ഓൾ എക്സ്പെൻസ് ആർ പെയ്ഡ് ബൈ ദ എംപ്ലോയർ വിച്ച് ആർ 70,000. എക്സ്പെൻസ് പേ ചെയ്തിരിക്കുന്ന എംപ്ലോയർ ആണ്, 70,000 ആണ്. ആൻഡ് കോസ്റ്റ് ഓഫ് ദ കാർ ഇസ് 5,50,000. ദ കാർ ഇസ് യൂസ്ഡ് ഓൺലി ഫോർ പേഴ്സണൽ പർപ്പസ്. രണ്ടാമത്തെ കേസ് പറയുന്നത് സ്മോൾ കാർ, ഓൾ എക്സ്പെൻസ് ആർ പെയ്ഡ് ബൈ എംപ്ലോയർ, the car is used only for official purpose. Third one, small car used for both private and official purpose and all expenses are paid by employer. Fourth one, small car which the employee uses for personal and official purpose. The employee makes the expense for personal purpose out of his pocket. പേഴ്സണൽ പർപ്പസിൻ്റെ എക്സ്പെൻസ് എംപ്ലോയി തന്നെയാണ് മീറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ലാർജ് കാർ യൂസ് ഫോർ ബോത്ത് പ്രൈവറ്റ് ആൻഡ് ഒഫീഷ്യൽ പർപ്പസ് ആൻഡ് ഓൾ എക്സ്പെൻസ് ആർ പെയ്ഡ് ബൈ എംപ്ലോയർ. എക്സ്പെൻസ് പേ ചെയ്യുന്നത് എംപ്ലോയർ ആണ്. ദ ഡ്രൈവർ ഈസ് ഓൾസോ പ്രൊവൈഡഡ് ബൈ ദ എംപ്ലോയർ. നെക്സ്റ്റ് വൺ, ബിഗ് കാർ വിച്ച് ദ എംപ്ലോയി യൂസസ് ഫോർ പേഴ്സണൽ ആൻഡ് ഒഫീഷ്യൽ പർപ്പസ്. ബിഗ് കാർ ആണ്, പേഴ്സണൽ ആൻഡ് ഒഫീഷ്യൽ പർപ്പസിന് യൂസ് ചെയ്യാണ്. ദ എംപ്ലോയി മീറ്റ്സ് ദ റണ്ണിങ് എക്സ്പെൻസ് ഫോർ പേഴ്സണൽ പർപ്പസ് ഔട്ട് ഓഫ് ഹിസ് പോക്കറ്റ്. റണ്ണിങ് എക്സ്പെൻസ് പേഴ്സണൽ പർപ്പസിനുള്ളത് അയാൾ തന്നെയാണ് മീറ്റ് ചെയ്യുന്നത്. ബട്ട് ദ ഡ്രൈവർ ഈസ് പ്രൊവൈഡഡ് ബൈ ദ എംപ്ലോയർ. ഡ്രൈവറിനെ എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയും സിറ്റുവേഷൻസിലാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ തന്നിരിക്കുന്നത്. ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പം ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്ക് കാറിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്നാമത്തെ സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ലാർജ് കാർ ഓൾ എക്സ്പെൻസ് ആർ പെയ്ഡ് ബൈ എംപ്ലോയർ യൂസ് ഫോർ പേഴ്സണൽ പർപ്പസ്. അപ്പോൾ പേഴ്സണൽ പർപ്പസ് ആണെങ്കിൽ നമ്മൾ എക്സ്പെൻസ് ആഡ് ചെയ്യണം, ഡിപ്രിസിയേഷൻ ആഡ് ചെയ്യണം, എന്തെങ്കിലും എക്സ്പെൻസ് മെറ്റ് ബൈ എംപ്ലോയി ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യണം അല്ലേ.
ഇപ്പോൾ ഇവിടെ നമുക്ക് എക്സ്പെൻസ് തന്നിട്ടുണ്ട് 70,000, കോസ്റ്റ് ഓഫ് കാർ 5,50,000. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, കോസ്റ്റ് ഓഫ് കാറിൻ്റെ 10% ഡിപ്രീസിയേഷൻ എടുക്കാം. അപ്പോൾ അത് രണ്ടും കൂടി ആഡ് ചെയ്യുക, 70,000ഉം പിന്നെ 5,50,000ൻ്റെ 10%. അപ്പം നമുക്ക് 1,25,000 കിട്ടും. ഇനി രണ്ടാമത്തെ, സ്മോൾ കാർ ഓൾ എക്സ്പെൻസ് ആർ പെയ്ഡ് ബൈ എംപ്ലോയർ, ദ കാർ ഈസ് യൂസ് ഫോർ ഒഫീഷ്യൽ പർപ്പസ്. ഒഫീഷ്യൽ പർപ്പസ് ഓൺലി ആണെങ്കിൽ നമുക്ക് ടാക്സബിൾ അല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, വാല്യൂ ഓഫ് കാർ ഇസ് നിൽ എന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ മതി. തേർഡ്, സ്മോൾ കാർ യൂസ് ഫോർ ബോത്ത് പ്രൈവറ്റ് ആൻഡ് ഒഫീഷ്യൽ പർപ്പസ് ആൻഡ് ഓൾ എക്സ്പെൻസ് ആർ പെയ്ഡ് ബൈ എംപ്ലോയർ. അപ്പം അതിനകത്ത് പ്രൈവറ്റ് പർപ്പസ് ഉണ്ട്, ഒഫീഷ്യൽ പർപ്പസ് ഉണ്ട്. അപ്പോഴാണ് നമ്മൾ കാൽക്കുലേഷൻ ശരിക്കും വരുന്നത്. പ്രൈവറ്റ് ആൻഡ് ഒഫീഷ്യൽ പർപ്പസിൻ്റെ എക്സ്പെൻസ് മെറ്റ് ബൈ എംപ്ലോയർ ആണ്. അപ്പം നമ്മൾ എടുക്കേണ്ടത് സ്മോൾ കാർ ആണോ ലാർജ് കാർ ആണോ നോക്കിയിട്ട് എടുക്കുക അല്ലേ. സ്മോൾ കാർ ആണെങ്കിൽ 1,800, ലാർജ് കാർ ആണെങ്കിൽ 2,400. അപ്പോൾ ഇവിടെ സ്മോൾ കാർ ആണ്, അവിടെ 1,800 പെർ മന്ത്, 1,800 × 12. Next, fourth one, small car which the employee uses for personal official purpose. The employee meets the expense for personal purpose out of his pocket. ഇപ്പോൾ പേഴ്സണൽ ഒഫീഷ്യൽ പർപ്പസ് ആണ്, പക്ഷേ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത് എംപ്ലോയി ആണെങ്കിൽ നമുക്കറിയാം 600 and 900 ആണ് വരുന്നത് അല്ലേ. ലാർജ് കാറിന് 900, സ്മോൾ കാറിന് 600. ഇവിടെ വന്നിരിക്കുന്നത് സ്മോൾ കാർ ആണ്. അപ്പോൾ സ്മോൾ കാറിൻ്റെ വാല്യൂ 600 × 12, 7,200 വന്നു. നെക്സ്റ്റ്, ലാർജ് കാർ ആണ്, യൂസ് ഫോർ പ്രൈവറ്റ് ആൻഡ് ഒഫീഷ്യൽ പർപ്പസ് ആൻഡ് ഓൾ എക്സ്പെൻസ് ആർ പെയ്ഡ് ബൈ എംപ്ലോയർ. ഇപ്പോൾ എംപ്ലോയർ പേ ചെയ്യുകയാണ്, ഒഫീഷ്യൽ ആൻഡ് ഇത് പർപ്പസ് ആണെങ്കിൽ നമുക്ക് 2,400 and 1,800 ആണ് നമ്മുടെ ഓപ്ഷൻ അല്ലേ. അപ്പോൾ അതിൽ 2,400 ലാർജ് കാർ ആയതുകൊണ്ട് പ്ലസ് ഡ്രൈവർ പ്രൊവൈഡഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ 900 പെർ മന്തും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ടോട്ടൽ 39,600 കിട്ടും. നെക്സ്റ്റ്, ബിഗ് കാർ ദ എംപ്ലോയി യൂസസ് ഫോർ പേഴ്സണൽ ഒഫീഷ്യൽ പർപ്പസ്. ബിഗ് കാർ ആണ് പേഴ്സണൽ ഒഫീഷ്യൽ പർപ്പസിനായി യൂസ് ചെയ്യുന്നത്. എംപ്ലോയി മീൻസ് ദ റണ്ണിങ് എക്സ്പെൻസ് ഫോർ പേഴ്സണൽ പർപ്പസ് ഔട്ട് ഓഫ് ഹിസ് പോക്കറ്റ്. ഔട്ട് ഓഫ് ഹിസ് പോക്കറ്റ് ആണെങ്കിൽ നമുക്ക് 900 or 600 ആണ്. ലാർജ് ആണെങ്കിൽ 900, സ്മോൾ ആണെങ്കിൽ 600. ഇപ്പോൾ ഇവിടെ ലാർജ് കാർ ആണ്, അപ്പോൾ 900 × 12 എടുക്കാം. പ്ലസ് ഡ്രൈവർ ഉണ്ട്, അപ്പോൾ ഡ്രൈവറിന് 900 × 12 അത് വേറെ എടുക്കാം. അപ്പോൾ ടോട്ടൽ നമുക്ക് 21,600 കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ സിറ്റുവേഷനിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് പെർക്വിസിറ്റ് ടാക്സ് ഫോർ സ്പെസിഫിക് എംപ്ലോയീസ് ആണ്, സ്പെസിഫൈഡ് എംപ്ലോയീസ് ആണ്. അപ്പോൾ സ്പെസിഫൈഡ് എംപ്ലോയി എന്താണെന്ന് പഠിച്ചു, അതിൽ എന്തൊക്കെയാണ് നമുക്ക് വരുന്നതെന്ന് പഠിച്ചു. അതിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്തത് മോട്ടോ കാർ ആണ്. അപ്പോൾ മോട്ടോ കാറിൽ പല സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ സിറ്റുവേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് നോക്കി പഠിക്കാം. അതിൻ്റെ ഒരു പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി പ്രോബ്ലം നമുക്ക് ഇതിൻ്റെ പ്രോബ്ലം ആയിട്ട് 5 മാർക്സിന് ചോദിക്കത്തില്ല, 15 മാർക്സിൻ്റെ ക്വസ്റ്റിനകത്ത് ഇതൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടാണ് മിക്കവാറും ചോദിക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് ഉണ്ടാവുള്ളൂ, അത് നമ്മൾ അതിൻ്റെ കാൽക്കുലേഷൻ എഴുതിയിട്ട് വാല്യൂ കാണിച്ച് സാലറിയുടെ കൂടെ ആഡ് ചെയ്ത് കാണിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതുവരെയുള്ള എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരേക്കും ഹാപ്പി ലേണിംഗ്.